ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ജെൽ കേക്കിൻ്റെ ഡെക്കറേഷൻസുമായിട്ടാണ്. ഒരു 1.5 കിലോഗ്രാമോളം വെയിറ്റുള്ള ഒരു എഗ്ലെസ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ലവ് കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഇത്താടെ മോളുടെ ചാനലാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് സ്പോഞ്ച് കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് എഗ്ലെസ് സ്പോഞ്ച് കേക്കാണ്. കഴിഞ്ഞ ദിവസം ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ നിങ്ങൾക്ക് ക്രീമൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ ക്രീമാണ്. ഇതിൻ്റെ വീഡിയോയും ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 രീതിയിൽ വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് 2 പീസാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ആക്കി എടുക്കാം. കേക്ക് എപ്പോഴും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയറിലുള്ള കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഒന്ന് നനച്ച് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക്, ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. അപ്പോൾ ഈ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ല. കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഷുഗർ സിറപ്പൊക്കെ കേക്ക് ഒന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രമേ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി സെക്കൻഡ് ലെയർ കേക്കും വെച്ചിട്ട് ഇതേപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് സൈഡിലേക്ക് കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള ആ മുരിഞ്ഞ ഭാഗമൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഐസിങ് ചെയ്തെടുത്താൽ മതി. അതുപോലെ ആദ്യമായിട്ടൊക്കെ കേക്ക് ഐസിങ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒന്ന് ക്രം കോട്ട് കൊടുത്തിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് അടുത്ത ലെയറിൽ ക്രീം വെച്ച് കൊടുക്കുക. അടുത്ത മുകളിലായിട്ട് ഐസിങ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് തണുപ്പിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ തന്നെയാണ് ഫുള്ളായിട്ടും ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സൈഡിലുള്ള ആ മുരിഞ്ഞ ഭാഗമൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതുപോലെ നമുക്ക് സൈഡൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്പീഡിൽ ഇത് ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന ആ ജെല്ലിൻ്റെ വീഡിയോ കാണാനായിട്ട് ഇതിനു മുമ്പ് ഞാൻ ഒരു ജെൽ കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാനായിട്ട് ജെല്ലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ജെല്ല് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കാത്തത് എല്ലാം കൂടെ കാണിച്ചിട്ട് വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കോൺ സിറപ്പാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിനായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഈ ജെല്ലിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കളറാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കാം ഈ ജെല്ലുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ജെല്ല് കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് കേക്ക് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജെല്ല് സെറ്റായി കിട്ടും. അതുപോലെ നമ്മൾ ഈ കോൺ സിറപ്പ് ഉപയോഗിച്ചിട്ട് ജെല്ല് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടോടുകൂടി തന്നെ, അതായത് ഒരുപാട് ചൂട് കൂടി കഴിഞ്ഞാൽ ഈ ക്രീം മെൽറ്റായി പോവും. എന്നാൽ ഒത്തിരി അങ്ങ് തണുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഒഴിച്ച പാടെ തന്നെ തണുത്ത കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ സെറ്റാവും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് തണുത്ത് പോകാൻ നിൽക്കരുത് നമ്മൾ ഈ ജെല്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. കോൺ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് ഒരു പീസ് നാരങ്ങ അല്ലെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് ഒരു നൂൽപ്പരുവാകുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺ സിറപ്പ് കിട്ടും. അത് തണുത്തിട്ടാണ് ഈ ജെല്ലാക്കി എടുക്കുന്നത്. കോൺ സിറപ്പ് എടുക്കുന്ന അതേ അളവിൽ തന്നെ വെള്ളം എടുക്കുക. 1/4 കപ്പ് കോൺ സിറപ്പാണ് എടുക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടാണ് ജെല്ല് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളതിലുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ബൗളെടുത്ത് മാറ്റിയിട്ടുണ്ട്. സൈഡിൽ കുറച്ച് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കുത്തിവെക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ടാണ് കുത്തിവെച്ചിട്ടുള്ളത്. ഒരു റെഡിൽ ഗ്രീൻ കളർ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനി നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. എപ്പോഴും നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എഗ്ലെസ് ആയിട്ടുള്ള കേക്കാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്